പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്ന മക്കള്, കർത്താവ് ഇന്റർവ്യൂ ഉള്ള മക്കള്, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കള്, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല,
ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനമെടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല. പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട് ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയുള്ളല്ലോ. അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടും ഒക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ല. അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറെ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കുന്ന സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആ രണ്ടിന്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്ന് അയാൾ ചിന്തിച്ചത്. വന്ന് നോക്കിയോ വാതിക്കൽ എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേലപ്പടേനും മുഴുവനും. അയാൾക്ക് അപ്പൊ അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞ മറ്റാള് വന്നേട്ടാ, ആള് വന്നിട്ടുണ്ട് കേട്ടാ. അയാളാ ജീവനോടെ കിട്ടിയ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിങ്ങനെ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ട് കൊണ്ട പോലെ കനച്ച രൂപം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പൻ പിരി മാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ടു നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണമെന്ന് നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലും ഒക്കെ പുറത്തു വന്നു. പിതാവ് ലക്ഷണം മാറാണ്ടതൊക്കെ പിതാവ് പുറത്തു വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ സാന്ത്വനല്ല പട്ടാങ്ങിയാണ്.
കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവന്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞെന്ന് കേട്ടെ? എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി, എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ, എന്റെ കൂട്ടുകാരുടെ സത്യം ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സന്ധ്യക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലിൽ പോണത് അത് ആടിനെ തീറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിലിരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഓരോ ദിവസം പ്രസവിക്കും. അതിന് 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാവും. ഇതിന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനയമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിന്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മുത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ്? അത് പറയലേ, സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ഞാൻ ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായി. ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്ക 2 അധ്യായം കഴിയുമ്പോൾ 12-17-10 പറയുന്നൊരു ദാസനുമുണ്ട്. ഉഴാനും ആടുമേയ്ക്കാനും പോയിട്ട് തിരിച്ച് ഇതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയാണ്. ഇനി ലൂക്ക 17-10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആടുമേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പം അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജന ദാസൻ, ശരിക്കും പ്രയോജന ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ. അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കുകയാണ്. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തില് ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് തോന്നണം. എന്നിട്ടും നമ്മൾ വിശ്വസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിന്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. 8-ാം തീയതിയാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. 7-ാം തീയതി അവനൊരു ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും 7-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും സമയമെടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. മോളെ വിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പം മോനും തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ പറഞ്ഞു, അമ്മേ 2-3 ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാറേ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മാതാവേ, നാളെ 8, ഇന്ന് 7 7 മണി 5, 7-ാം തീയതി 5 മണിയൊക്കെ ആയി. നിനക്ക് പ്രവർത്തിക്കാൻ നിൻ്റെ പുത്രനോട് അപേക്ഷിച്ച് നിൻ്റെ പുത്രൻ വഴിയായിട്ട് എല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട്, ഒന്നും ഞാൻ പറഞ്ഞില്ല. മോളോട് ഞാൻ പറഞ്ഞു, മോന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട്, ഡേറ്റ് ഒന്നും ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നാളെ 8-ാം തീയതിയാണ്, ഇതുവരെ ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രി തന്നെ അവന് ടിക്കറ്റ് വന്നെന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നു. 10-ാം തീയതിക്ക് പോകാൻ റെഡി ആയിക്കോണമെന്നും പറഞ്ഞു. പക്ഷെ ഇവരെന്നോടിത് പറഞ്ഞില്ല. ഞാൻ
8-ാം തീയതി ആയപ്പോഴും രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വെളുപ്പിനെ എണ്ണീറ്റപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഒരു അനക്കവും ഇല്ലല്ലോ, പിന്നെ നിൻ്റെ ഇഷ്ടമായിരിക്കും, ഇനിയും സമയം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഒരു 10 മണിയായപ്പോൾ മോള് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അച്ചാച്ചൻ ഇന്നലെ രാത്രി ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു, മോളോട് ഞാൻ പറഞ്ഞു, എടി ഞാൻ ഡേറ്റ് വെച്ച ദിവസം തന്നെ കണ്ടോ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, ദൈവം നമുക്ക് വേണ്ടി കരുതിയത് കണ്ടോ എന്ന് പറഞ്ഞു. അവൻ 10-ാം തീയതി ഗൾഫിലേക്ക് പോയി സുഖമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഇപ്പം 2 മാസത്തോളമായി. പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത 2-3 കൊച്ചു അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നാണ് ഇനിയും പറയുന്നത്. എൻ്റെ മകളുടെ കുഞ്ഞിന് മുട്ടയൊന്നും കൊടുത്താൽ അലർജി ഉണ്ടാവുന്നതല്ല, പക്ഷേ ഒരു പ്രാവശ്യം മുട്ട കൊടുത്തപ്പോൾ അവിടെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അവർ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുട്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞു. മോള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടീ കൃപാസനത്തിലെ ഉപ്പുണ്ടല്ലോ അതിട്ടൊന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചേ, കുഞ്ഞിന് ഇനി ഇത് ഉണ്ടാവത്തില്ല പറഞ്ഞു. അവൾ കുഞ്ഞിനെ അതിട്ട് കുളിപ്പിച്ച് ഇന്ന് വരെ പിന്നെ ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് മുട്ട കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ളതാണ് മുട്ടയപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റാറായി. അപ്പോഴത്തേനും കനാലിൽ വെള്ളം വിട്ടാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളൂ. ഒരു ദിവസം ഞാൻ നോക്കുമ്പം കിണറിനകത്ത് വെള്ളമെല്ലാം പറ്റാൻ തുടങ്ങുന്നു. കനാലെല്ലാം ഒരുക്കി ഇട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ വെള്ളമൊന്നും വിടുന്നില്ല. മെയിൻ കനാലിൽ കൂടെ വെള്ളമുണ്ട്, പക്ഷേങ്കിൽ ഞങ്ങളുടെ അവിടോട്ട് വെള്ളമില്ല. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ വെള്ളമൊന്നും പോയി ദൂരെ പോയി കോരാനൊന്നും എനിക്ക് വയ്യ, എൻ്റെ കാലിനൊക്കെ വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ ഉപ്പിൻ്റെ കാര്യം ഓർത്തില്ല. പെട്ടെന്ന് ഞാൻ ഓർത്ത്, ദൈവമേ എൻ്റെ കയ്യിൽ ഉപ്പിരിപ്പുണ്ടല്ലോ, ഈ ഉപ്പ് കൊണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. പാതിരാത്രി ആയപ്പോഴത്തേനും വെള്ളം വന്ന് ഞാൻ നേരം വെളുത്തടനെ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പം വെള്ളം പൊങ്ങി, ആവശ്യത്തിലധികമായിട്ട് വെള്ളം. പിന്നെ എൻ്റെ ഭർത്താവിന് 60 വയസ്സായി. അപ്പോൾ പുള്ളി 2 വീലറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് എടുക്കാനായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എല്ലാവരും വിചാരിക്കും അത് വലിയ കാര്യമാണോ എന്ന്. പക്ഷേ ഞങ്ങൾക്കത് വലിയ കാര്യമായിരുന്നു. പുള്ളിയെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ മാതാവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോഴത്തേന് അതിനും ഫസ്റ്റിൽ തന്നെ 8 ലഭിച്ച് ആ ലൈസൻസ് ലഭിക്കാൻ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. അത് ദൈവത്തിനും മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പേര് ടെസ്സി. എൻ്റെ സഹോദരൻ, ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 2019 എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. സഹോദരൻ്റെ കല്യാണം നടക്കുന്നില്ല, 38 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ല. അവൻ നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും കല്യാണം ഇങ്ങനെ താമസിച്ച് പോകുന്നത് കാരണം അവൻ്റെ വിവാഹം നടക്കാത്ത മനോവിഷമത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം. അവൻ്റെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഒന്നാമത്തെ ഉടമ്പടി ഇതായിരുന്നു. എൻ്റെ സഹോദരൻ 39 വയസ്സായിട്ടും വിവാഹം നടക്കാത്ത സഹോദരൻ്റെ വിവാഹം നടന്നു. അവനിന്ന് ഒരു കുഞ്ഞും ജനിച്ചിരിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ 9ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോള് പല കാരണങ്ങളാലും പല അസ്വസ്ഥതകളാലും രോഗങ്ങളാലും അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. മിടുക്കിയായിട്ട് പഠിക്കുന്ന അവൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അത് 9ാം ക്ലാസ് പാസ്സായിക്കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കടന്ന അവൾ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ വിഷയത്തിനും ഫുൾ A+ഓടുകൂടി അവൾ വിജയം കൈവരിച്ചിരിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാറി താമസിക്കണം എങ്ങനെയെങ്കിലും. അസ്വസ്ഥതയായിരുന്നു എൻ്റെ വീട്ടിൽ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ഏതു നേരവും അസ്വസ്ഥത. അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബ വീട്ടിൽ നിന്ന് ഒരു മാറി താമസിക്കണം, ഒരു ചെറുതായിട്ടാണെങ്കിലും പാർപ്പിടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലാകുന്ന മുമ്പേ തന്നെ എനിക്ക് വേറൊരു പാർപ്പിടം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ 3 കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ അങ്കമാലി കിടങ്ങൂരിൽ നിന്ന് വരുന്നത്. ഞാനിവിടെ 2019 13-12 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്ന ദിവസം ഞാൻ ചേട്ടയും കൂടെ വരുമ്പോൾ എനിക്ക് തീരെ പാടില്ലാത്തതാണ്. കാരണം എൻ്റെ തലമുടി മുതൽ കാലിൻ്റെ പാദം വരെയും രോഗങ്ങളാണ്.
അപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ രണ്ടാളും മോളിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ജോസഫ് അച്ഛൻ അവിടെ വചനങ്ങൾ പറയുകയും ശുശ്രൂഷ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്, പെഡലിയുടെ ബോണിന് ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം നിൽക്കാനും വയ്യല്ല. സ്റ്റൂളിൽ ഇരുന്നാലും കാല് നീട്ടി വെച്ചിരിക്കണം, താഴെ ഇരിക്കാൻ പറ്റില്ല. അറിയാതെ യൂറിൻ പോകുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഉറക്കെ കൈയടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ്, മാതാവേ, ഞാൻ എങ്ങനെയാണ് താഴെ ഇരിക്കുന്നത്? എനിക്ക് എങ്ങനെയാണ് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറക്കൊന്ന് നടക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്ന് തുമ്മാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ആകുമ്പോഴെല്ലാം യൂറിനറിയാതെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും വിഷമിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ്, എൻ്റെ ഈ രോഗമൊന്ന് മാറ്റിത്താൻ, ഞാൻ താഴെ ഇരുന്ന് നിന്നെ സ്തുതിക്കാമെന്ന്. ഞാൻ താഴെ എൻ്റെ ചേട്ടായി, എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് താഴെ ഇരുത്തി കാല് നീട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ എന്നോട് എൻ്റെ ചേട്ടായി ചോദിക്കുന്നത്, നീ പഴയതുപോലല്ലല്ലോ, നല്ല ഉഷാറാണല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് വേഗം ഓർമ്മ വരുന്നത്, ശരിയാണല്ലോ, എനിക്കിപ്പോൾ മൂത്രം അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ച് അതിന് ശേഷം ഈ നിമിഷം വരെയും എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഒരു 8 മണിയായി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലൂടെ ഞാൻ കോഴിക്കോട് അടച്ചു വെച്ചും തിരിച്ചു വരുമ്പം എന്തോ ഒരു വലിയ തടി കമ്പ് കിടക്കുന്ന പോലെ തോന്നിച്ച്. അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എന്തിനാ ഈ കോല് നീ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? ഇതെടുത്ത് ആരെങ്കിലും തട്ടി വീഴത്തില്ല, ഞാൻ തന്നെ വീഴുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞ് അതെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, തൊട്ട് പോയേക്കരുതെന്ന്. ഞാൻ വേഗം നൂർന്നിട്ട് മോളോട് പറഞ്ഞ് ലൈറ്റ് ഇടാൻ പറഞ്ഞ്. അവൾ ലൈറ്റ് ഇട്ടപ്പോൾ ഉണ്ട് നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വണ്ണമുള്ള ഒരു 8 അടി മൂർക്കൻ നീളത്തിൽ കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ തലേ വന്ന് നിന്നുകൊണ്ടാണ് ഇത് കുനിഞ്ഞ് ഇതിൻ്റെ തലയ്ക്ക് പിടിക്കാനൊരുങ്ങുക. ആ സമയത്താണ് ഞാൻ മോളോട് പറയുന്നത് ലൈറ്റ് ഇടാൻ. ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ്, ഞാൻ വേഗം എൻ്റെ മാതാവെന്ന് വിളിച്ചുകൊണ്ട് ഓടി. ചേട്ടായി വേഗം പാമ്പേന്ന് ഞാൻ പറഞ്ഞു. ഓടി ചേട്ടായി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഈ സാധനം പതുക്കെ ഇഴഞ്ഞ് അപ്പുറത്തെ കുടിയിലോട്ട് പോയി. പിന്നെ ഈ നിമിഷം വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഉടമ്പടി വെച്ചതായിരുന്നു 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ മോൻ, അവന് പഠനത്തിൽ കുറച്ച് പുറകോട്ടാണ് ആൾ. അപ്പം 10ാം ക്ലാസ് ആയപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ മോന് നല്ലൊരു വിജയം തരണം, ഞാൻ അമ്മയുടെ സന്നിധിയെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ കൃപയാൽ SSLCയിൽ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി. ഇപ്പോൾ അവൻ കപ്പൂച്ചൻ സഭയിൽ ബ്രദറായിട്ടിരിക്കുന്നു. അവൻ അച്ചൻപട്ടം പഠിക്കാനായിട്ട് പോയിരിക്കുന്നു. പിന്നെ എൻ്റെ ചേട്ടായിയുടെ കാര്യമാണ്. പുള്ളിക്കാരന് അലർജിയുടെ അസുഖമുള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അലർജി ഇല്ലാത്ത ഒരു എന്ത് പണിയാണ് എൻ്റെ ചേട്ടായിക്ക് കിട്ടുന്നത്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്നും മാതാവിൻ്റെ അടുക്ക ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരാതികൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേട്ടായിക്ക് വേഗം ഒരു LIC ഏജൻ്റായി ജോലി കിട്ടി. ഇപ്പോൾ അതിലാണ് ജോലി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മയൊന്ന് വീണ് തലയിൽ ബ്ലഡ് ക്ലോട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്നെ വിളിച്ചു പറഞ്ഞ്, അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, ആളിനെ തിരിച്ചറിയത്തില്ല, ആൾക്ക് സോഡിയം കുറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേഗം വരാൻ. ഞാൻ വേഗം അമ്മയുടെ അടുക്കെ ചെന്ന് ഞാൻ ഇവിടുത്തെ തേനും എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ നാത്തൂനോടൊക്കെ പറഞ്ഞ്, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്ക നിൽക്കുക, ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ നെയ്യെടുത്ത് എണ്ണയെടുത്ത്
എൻ്റെ അമ്മയുടെ നെറ്റി കുരിശടയാളം ഇട്ട് 3 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി ആ തേനും ഞാൻ വായിൽ ഒഴിച്ചു കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ബോധവും വന്ന് പിറ്റേ ദിവസം എൻ്റെ അമ്മ ഡിസ്ചാർജായി. ഇന്ന് അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടുമുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്, ഞാനത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. എനിക്ക് ജോലിയില്ലായിരുന്നു, ഞാനൊരു നേഴ്സാണ്. പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി. ഇസ്രയേലിലേക്ക് പോകാനായിട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ശരിയായി. എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എല്ലാം കഴിഞ്ഞപ്പം അവർ പറഞ്ഞ തുക എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നും മാതാവിനോട് പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. പക്ഷേ എൻ്റെ വീട്ടിൽ മോം സെമിനാരി പോയതിന് ശേഷം പപ്പായും മോളും മാത്രമേ ഉള്ളൂ. പപ്പായ്ക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും തടസ്സം പറഞ്ഞ് നീ പോയാൽ എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയില്ലെങ്കിൽ കുടുംബം എങ്ങനെ പോകും? വീട്ടിലെ അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എന്നെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് പൈസ ശരിയായി വരുന്നില്ല. ജനുവരി 2-ാം തീയതി എനിക്ക് ടിക്കറ്റ് ഓക്കെ ആവുമെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചു ഓഫീസിൽ നിന്ന്. ഞാനപ്പോൾ അവരോട് പറഞ്ഞ് എനിക്ക് പൈസ റെഡിയായിട്ടില്ല, ഞാൻ ഇതിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് ഒന്ന് അപേക്ഷിച്ചു, മാതാവേ നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്നെ ദൂരേക്ക് വിടുക, ഇല്ല എങ്കിൽ നാട്ടിലെനിക്ക് 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി, ഞാൻ നാട്ടിൽ തന്നെ നിന്നോളാം. എൻ്റെ ചേട്ടായിയും മോളെ ഇട്ടിച്ച് എനിക്ക് പോകാൻ മനസ്സില്ല. എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത്. മാതാവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞ് ജനുവരി 2-ാം തീയതി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ജനുവരി 7-ാം തീയതി എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി. ഇന്ന് നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ച പോലെ തന്നെ 10,000 രൂപ സാലറിയോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ